ഫാമിലീസ്, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുട്ടക്കറി വെക്കാം കേട്ടോ. എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല, ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യം ബിഗില്. നമ്മൾ തമിഴിൽ പറയുന്നുണ്ടെങ്കിൽ സോറ് താ മുഖ്യോ. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മുട്ട നേരത്തെ പുഴുങ്ങിയെടുത്തിനാട്ടോ. പുഴുങ്ങിയെടുത്ത സ്ഥിതിക്ക് എന്നാൽ കറി വെക്കാൻ തുടങ്ങിയാലോ. അങ്ങനെ ഇതാ നമ്മുടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കി കണ്ട് ഒഴിക്കണേ. വെളിച്ചെണ്ണയ്ക്ക് അമ്മാതിരി പൈസയാണ്. അങ്ങനെ ഉള്ളി, തക്കാളി, പച്ചമുളക് ആവശ്യമുള്ള എല്ലാം കൂടി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ, തേങ്ങാപ്പാൽ ഇതാ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നല്ലോണം തിളച്ച വെളിച്ചെണ്ണക്കകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പകുതി പച്ചമുളക് ഇട്ടിട്ട് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് തന്നെ ഇത് മതി. പിന്നെ നമ്മളെ മോക്ക് എരിവൊന്നും പറ്റൂലല്ലോ, അങ്ങനത്തെ ഒരു സൂക്കേട് ഉണ്ടല്ലോ. ഓ, ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനെ ഊതി ഊതി ഞാനൊരു വഴിക്കാവും തോന്നുന്നു. അല്ലാത്ത സമയത്തൊക്കെ വെറുതെ കത്തുന്ന തീ എന്നാകുമ്പോൾ കറി വെക്കാനോ വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് കത്തതേ ഇല്ല. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് വെൽ. പിന്നെ നമ്മൾ കുക്കറിനകത്ത് കിടക്കുന്ന മുട്ടയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളത്തിലാക്കിയതാണ് കേട്ടോ. കറങ്ങും പരങ്ങും പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. തൊലിച്ചെടുക്കാൻ പോയ ഗ്യാപ്പിൽ നമ്മൾ അടുപ്പത്ത് ഒരു സാധനമുള്ള കാര്യം മറന്നേ പോയി കേട്ടോ. അങ്ങനെ ഉള്ളി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടി ഇട്ട് നല്ലോണം ഉടച്ചു കൊടുത്തിന്. പിന്നെ പ്രത്യേകം സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കുപ്പി അടക്കം തട്ടുന്ന കേട്ടോ. എന്നാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അത്ര ഇട്ടു. എന്നിട്ട് മിക്സ് വെൽ. ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങോട്ടൊരു കറക്ക് ഇങ്ങോട്ടൊരു കറക്ക്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഒരു മുട്ട പിന്നെ തലങ്ങും പലങ്ങും പൊട്ടി വെക്കാം. ഈ മുട്ട എന്തിനാകുമ്പോൾ വായും തുറന്ന് കിടക്കുന്ന എനിക്കറിയാത്തത്. നമ്മൾ പൊളിക്കുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു വന്നതാണ് കേട്ടോ. പിന്നെ വായും തുറന്ന് അവിടെ കിടക്ക്, ഞാൻ കറിക്കകത്തിടാം. അങ്ങനെ 1, 2, 3 എന്ന കണക്ക് പ്രകാരം 3 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരാൾ മിസ്സിംഗ് ആണ്. അയാൾക്ക് പ്രത്യേകിച്ച് മുട്ട ഒന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ മുട്ട ഇടലില്ല. നമ്മുടെ റിസ്വാൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. കുളിച്ചാൽ കൊക്കോ വന്ന് ചോദിച്ചതിന് മറുപടി ഇല്ലെങ്കിലും നമ്മുടെ കറിക്കകത്ത് കിടക്കുന്ന മുട്ട കളർ മാറാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊന്ന് കുളിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതാ പിന്നെയും കളർ മാറിയിരിക്കുന്നത്. അങ്ങനെ വെളുത്ത മുട്ട പിന്നെയും വെളുത്തിരിക്കുന്നത്. ഇത് ഏതായാലും തിളക്കട്ടെ. അങ്ങനെ വെറുതെ കിടന്ന ആട്ടപ്പൊടിയുടെ മണ്ടയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. 5 മിനിറ്റ് എൻ്റെ ആട്ടപ്പൊടിക്ക് എൻ്റെ കൈക്കുള്ള യുദ്ധത്തിൽ ഞാൻ തന്നെ വിചാരിച്ചിരുന്നു. ഇനി ഏതായാലും ഇയാളെ ഒന്നും ബോളാക്കി എടുക്കാം. എന്നാൽ 1, 2, 3, 4 കണക്കൊന്നും ഇല്ല കേട്ടാ. പിന്നെ ടൈലും എൻ്റെ പൈപ്പും കൂടി യുദ്ധത്തിൽ ഈ ഷേപ്പായിട്ടാ കിട്ടീനി. പ്രത്യേക ഒരു ഷേപ്പില്ലാത്ത ഒരു ചപ്പാത്തി. റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല കേട്ടാ. ഏത് ഷേപ്പായാലും സാരമില്ല, തിന്നാൻ കിട്ടിയാൽ മതി എന്നാ ഇക്ക പറയല്. അങ്ങനെ പരത്തി വെച്ച ചപ്പാത്തി ഇതാ അടുപ്പത്തെടുത്ത് ഇട്ടിരിക്കുന്നു. എന്നാ നിങ്ങൾക്ക് ഗ്യാസ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഗ്യാസ് ലാഭിക്കലാണ് മക്കളെ, ഗ്യാസ് ലാഭിക്കൽ. വെറുതെ അല്ല കത്തുന്നു. ഏതായാലും മഴയൊക്കെ തീർന്നവർ ഇതൊക്കെയാണ്. അങ്ങനെ 1, 2, 3 എന്ന് കണക്കൊന്നും ഇല്ല. ചപ്പാത്തിയും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാൾക്ക് 1, 2, 3 അത്രയേ വേണ്ടു. ഈ ചപ്പാത്തി ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കുഞ്ഞിനായിട്ട് നമ്മൾ റിസോർട്ട് കൊടുത്ത് പറ്റില്ല കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുമ്പോൾ ലൈക്കും കൂടി ചെയ്തേക്കെ. പിന്നെ നമ്മുടെ മുട്ടക്കറി ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇക്ക പോകാനുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.